നിന്ന് സ്വർണ്ണവിലയിൽ വർധനവ്. ഇന്നലെ നേരിയ തോതിൽ കുറഞ്ഞ സ്വർണ്ണവില ഇന്ന് ഭേദപ്പെട്ട മുന്നേറ്റമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ആഗോള വിപണിയിൽ സ്വർണ്ണവിലയിൽ വന്ന മാറ്റം തന്നെയാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടമാണ് ഉണ്ടായിരുന്നത്. ഒരു ദിവസം കുറയുന്നത് പിറ്റേ ദിവസം കൂടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നതും. ഇനി വരുന്ന കുറച്ചു നാൾ കൂടി അനിശ്ചിതത്വം തുടരുമെന്നാണ് വിപണിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്നാൽ അനിശ്ചിതത്വം അവസാനിച്ചാൽ വില വലിയ രീതിയിൽ വർദ്ധിക്കാനാണ് സൂചന എന്ന മുന്നറിയിപ്പും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചില വിദഗ്ധർ നൽകുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ 22 കാരറ്റ് ഗ്രാമിന്റെ സ്വർണം പവൻ നിരക്കുകൾ എത്രയാണെന്ന് നോക്കാം. ഇന്നൊരു ഗ്രാം സ്വർണത്തിന് 50 രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതോടെ ഇന്നലെ 8,940 രൂപയായിരുന്ന ഒരു ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന്റെ വില ഇന്ന് 8,990 രൂപയായി. 9,000 രൂപയിൽ നിന്ന് കേവലം 10 രൂപയുടെ വ്യത്യാസത്തിൽ മാത്രമാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വ്യാപാരം ഇന്ന് നടത്തുന്നത്. അതേസമയം 22 കാരറ്റ് പവൻ സ്വർണത്തിന് ഇന്ന് 400 രൂപയാണ് കൂടിയിരിക്കുന്നത്. 8 ഗ്രാമാണ് ഒരു പവനായി കണക്കാക്കുന്നത്. 400 രൂപ വർദ്ധിച്ചതോടെ ഇന്നലെ 71,520 രൂപയിൽ വ്യാപാരം നടത്തിയിരുന്ന സ്വർണ്ണവില ഇന്ന് 71,920 രൂപയിലെത്തി. പവൻ വില 72,000 എത്താൻ വെറും 80 രൂപ മാത്രം മതി. മെയ് 11 ഇതിനു മുൻപ് അവസാനമായി 72,000 സ്വർണ്ണവില എത്തിയത്. ഇന്ന് 72,360 രൂപയായിരുന്നു പവൻ സ്വർണത്തിന്റെ വില. അതിനുശേഷം സ്വർണ്ണവിലയിൽ വലിയ തോതിലുള്ള ഇടിവാണ് നേരിട്ടത്. ഒരു വേള 74,000 പിന്നിട്ട സ്വർണ്ണവില മെയ് 15 68,880 രൂപയിൽ എത്തിയിരുന്നു. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളിലും ചൈന US വ്യാപാര തർക്കത്തിലും വന്ന അയവാണ് സ്വർണത്തിന്റെ വില കുറയാൻ കാരണമായത്. ഇതിനൊപ്പം ഡോളർ ശക്തി പ്രാപിച്ചതും ആഗോള സാമ്പത്തിക അനിശ്ചിതത്വ അവസ്ഥയിൽ നിന്ന് നേരിയ മോചനം ലഭിച്ചതും സ്വർണത്തിന്റെ ആകർഷണം കുറച്ചു. എന്നാൽ സെൻട്രൽ ബാങ്കുകൾ അവരുടെ കരുതൽ സ്വർണ്ണ ശേഖരം വർദ്ധിപ്പിച്ചത് മഞ്ഞലോഹത്തിന്റെ ഡിമാൻഡ് കുത്തനെ ഇടിയാതിരിക്കാനും സഹായിച്ചു. അതേസമയം കേരളത്തിൽ മഴക്കാലം ആരംഭിച്ചതും വിവാഹ സീസൺ അവസാനിക്കാറായതും സ്വർണത്തിലെ ഡിമാൻഡിനെ താഴേക്ക് നയിച്ചേക്കാനാണ് സാധ്യത. വിവാഹ സീസണാണ് കേരളത്തിൽ ഏറ്റവും അധികം സ്വർണം ബൾക്കായി വിറ്റഴിക്കുന്ന സമയം. ഈ സമയം ആഭരണമായാണ് സ്വർണം എല്ലാവരും വാങ്ങിക്കുക. ആഭരണമായി സ്വർണം വാങ്ങിക്കുമ്പോൾ GST, ഹോൾമാർക്കിംഗ് നിരക്കുകൾ എന്നിവയ്ക്ക് പുറമെ പണിക്കൂലി കൂടി കൊടുക്കേണ്ടി വരും. ആഭരണങ്ങളുടെ ഡിസൈനാണ് പണിക്കൂലി നിർണ്ണയിക്കുന്നത്. ഉയർന്ന ഡിസൈനിലുള്ള ആഭരണങ്ങൾക്ക് പണിക്കൂലി കൂടും. Subscribe to One India and never miss an update.